ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് മാജിക് പ്രാക്ടീസിന്റെ എത്രാമത്തെ ദിവസമാണ്? 13ാമത്തെ ദിവസമാണ്. അപ്പൊ റോണ്ട ബേൺ പറഞ്ഞു തന്നിട്ടുള്ള 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിന്റെ 13ാമത്തെ ദിവസമാണ് നമ്മൾ ഇത് കടന്നു പോകുന്നത്. അപ്പം ഇതുവരെ കാണാത്തവരാണെങ്കിൽ ബാക്കോട്ട് പോയിട്ട് ഈ ചാനലിൽ പോയിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു ദിവസം മാത്രം, ആദ്യത്തെ 1, 2, 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ചെയ്യാം, ബാക്കിയെല്ലാം ഡേ ബൈ ഡേ അങ്ങനെ ചെയ്തു പോരണം. അങ്ങനെ നിങ്ങൾക്ക് ഈ 13ാമത്തെ ദിവസത്തെ ആക്ടിവിറ്റി വരെ ചെയ്തു പോരാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു പ്രാക്ടീസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മോർണിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ പല പോസിറ്റീവായിട്ടുള്ള ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ പോസിറ്റീവ് ടോക്കുകളും നമ്മുടെ ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷന് ആവശ്യമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ താഴെ പോയാൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്, അപ്പോൾ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ മാജിക് പ്രാക്ടീസിലെ 13ാമത്തെ ദിവസം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഓരോ മനുഷ്യ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെയല്ലേ ഓരോരുത്തരും കടന്നു പോവുക. നമ്മൾ കുട്ടിയായിരുന്നപ്പോഴും വലുതായിരുന്നപ്പോഴും ഇനി വാർദ്ധക്യം യൗവനം ഒക്കെ ഉണ്ട്. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ മാനസിക നില എപ്പോഴും ഒരുപോലെ ആയിരിക്കൊള്ളണമെന്നില്ല. പല സിറ്റുവേഷനിലൂടെ പല പ്രശ്നങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും അല്ലെങ്കിൽ സന്തോഷത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന പല നിമിഷങ്ങളും ഓരോ ദിവസത്തിലും അല്ലെങ്കിൽ ഓരോ ജീവിതത്തിലും ഓരോരുത്തരുടെ ജീവിതത്തിലും പല അനുഭവങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പോൾ സങ്കടമുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, സന്തോഷമുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പടുകുഴിയിലാണെങ്കിൽ ആ കുഴിയിൽ നിന്ന് ഒരു കൈ തന്ന് നമ്മളെ കയറ്റി കൊണ്ടുവരുന്ന ആളുകളെ നമുക്ക് അനുഭവപ്പെടുന്ന അവസരങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ. ചില അവസരങ്ങളിലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രയാസപ്പെട്ട് നിക്കക്കളില്ലാതെ എന്ന് പറയില്ലേ, ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് ചേർത്ത് പിടിച്ച് അല്ലെങ്കിൽ നമ്മളെ കൂടെ കൂട്ടി നമ്മൾക്ക് ഒരു മാർഗം തെളിയിച്ച് തന്ന ഒരു വിളക്കൊക്കെ കത്തിച്ച് തരൂലേ, അതുപോലൊരു മാർഗനിർദ്ദേശം തരുന്ന വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം, എന്തുമായിക്കോട്ടെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നിമിഷങ്ങളുണ്ട് അല്ലേ. പലപ്പോഴും നമ്മളിതൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഇവരൊക്കെ ഓർക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ നന്ദി ഉണ്ടാവും, ഓർമ്മകളുണ്ടാവും, പക്ഷെ സ്മരിക്കാറുണ്ടാവും. എന്നാലും ഇവർക്ക് വേണ്ട അത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല കൃതജ്ഞത. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ അൽഹംദുലില്ലാ, അല്ലെങ്കിൽ ചില ആളുകൾ താങ്ക് യു അല്ലെ ശുക്രൻ എന്നൊക്കെ പറയും. ഇനി അല്ലെങ്കിൽ താങ്ക് യു ചേച്ചി, താങ്ക് യു ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ പറയും. പക്ഷേ പിന്നീട് നമ്മളത് മറന്നു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ നിമിഷങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒരു കയറ്റത്തിന് ഒരിറക്കം ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ കേട്ടെന്ന് പറഞ്ഞാൽ ആ കയറ്റത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രശ്നത്തിൽ നിന്നും ഉയർത്തി എഴുന്നേൽപ്പിച്ച വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം, എന്തെങ്കിലും വസ്തുക്കളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു സ്പന്ദനം പോലെ എന്തെങ്കിലും ഒരു സ്പർശനോ, അങ്ങനെ എന്ത് ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച ആ മൊമെൻറ്റിനെയാണ് നമ്മൾ സ്മരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെ ടീച്ചേഴ്സ്, നമ്മളെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനോ മുത്തശ്ശിയോ, അല്ലെങ്കിൽ അമ്മൂമ്മയോ അപ്പൂപ്പനോ വല്യുമ്മയോ വല്യപ്പനോ, അല്ല ഉമ്മയോ ഉപ്പയോ, ഫാദറോ മദറോ, അമ്മയോ അച്ഛനോ, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി റിലേഷനിലുള്ള ആരെങ്കിലോ, അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആവാം, നമ്മളെ നാട്ടിലുള്ള ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലൊക്കെ അച്ഛന്മാരോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ അമ്പലത്തിലൊക്കെ ഇത് തരൂലേ പൂജാരിമാരൊക്കെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ ബഗേഴ്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് നിങ്ങളെ മെൻറ്റേഴ്സ് ആവാം, കോച്ചാവാം, നിങ്ങളെ പെട്ടെന്നൊരു ബസ്സിൽ ഒരു യാത്രയിൽ സംസാരിച്ച ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളെ എവിടെയെങ്കിലും പോയ സമയത്ത് കണ്ടുമുട്ടിയ പരിചയപ്പെട്ട ഒരാളാവാം. ആരുമായിക്കോട്ടെ നമ്മളെ ജീവിതത്തിൽ നമുക്കൊന്ന് സ്പാർക്ക് ചെയ്ത് നമുക്കൊരു വഴി തെളിയിച്ച് തന്ന, ഒരു വിളക്ക് തെളിയിച്ച് തന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മളെ ഉയർത്തി എഴുന്നേൽപ്പിച്ച് ആ ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെയാണ് നമ്മൾ സ്മരിക്കാൻ പോകുന്നത്.
അപ്പോൾ നമ്മൾ ഈ റോണ്ടാബൺ ഈ ബുക്കിൽ പറയുന്നുണ്ട്, റോണ്ടാബൺ കുഞ്ഞിനായ സമയത്ത് റോണ്ടാബണിൻ്റെ മുത്തശ്ശിയാണ് എന്താണ് റോണ്ടാബണിനെ കുക്കിങ്ങിലാണെങ്കിലും റീഡിങ്ങിനാണെങ്കിലും ഹെൽപ്പ് ചെയ്ത് ആ ഒരു അന്ന് കുട്ടി അല്ല നമ്മൾ പണ്ടുള്ള മുത്തശ്ശനൊക്കെ പറയില്ലേ, മോനെ പഠിക്കുക അല്ലെങ്കിൽ വായിച്ചത് ഈ ബുക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മളറിയാതെ നമ്മളെ എന്താ വായനയുടെ ശീലത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മളറിയാതെ എന്തെങ്കിലും കുക്കിങ്ങിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കിച്ചണിലൊക്കെ കൂട്ടി നമ്മളെ ഓരോ ക്ലീനിങ് കാര്യങ്ങളാണെങ്കിലും പാചകങ്ങളാണെങ്കിലും പഠിപ്പിച്ച് തന്നവരുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും എന്താണ് പല ബോയ്സൊക്കെ കാണാനില്ലേ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആയിട്ട് പുതിയ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു വർക്ക് വർക്ക് നമ്മളെ പഠിപ്പിച്ചതാവാം, ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാക്കി തന്ന ഇതായിരിക്കാം. എന്തുതന്നെ ആയിക്കോട്ടെ നമ്മളറിയാതെ നമ്മളിലേക്ക് ഇത് ഇൻജക്റ്റ് ചെയ്തതായിരിക്കും. പക്ഷേ പിന്നീട് നമ്മളത് ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അന്ന് എനിക്ക് ഇത് ലഭിച്ചതുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ ത്രൂ ഔട്ട് നമ്മളെ ജീവിതത്തിൽ നമുക്ക് അത് അനുഭവിച്ചിട്ടുണ്ടാവും നമ്മൾ. പക്ഷെ അതിന് കാരണക്കാർ ഇവരായിരുന്നു എന്നോ അതിൻ്റെ ബിഹൈൻഡ് ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇപ്പം എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മ എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ ഈ ഒരു ലെവലിലേക്ക് ഞങ്ങളെ 3 മക്കളെയും വളർത്തിയെടുത്തത്. ഞങ്ങൾ കുഞ്ഞിതായത് മുതലേ ഞങ്ങളെ വളർത്താൻ എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ട്. പക്ഷേ ഞാൻ ഈ സമയത്താണെങ്കിലും ജോലിയായി പഠിച്ച് വലുതായിട്ടും എൻ്റെ ഉമ്മ ഇന്നും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി തരികയും എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉയരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ എൻ്റെ മദറായിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെയല്ല. എൻ്റെ ലൈഫിൽ എന്താണ് ഇപ്പോഴും നമ്മളെ ഒന്ന് സഹായിച്ച് നമ്മൾക്ക് വഴി തെളിയിച്ച് തരുന്നൊരു വ്യക്തികളെന്നൊക്കെ പറയില്ലേ, അത്രയ്ക്കായിരിക്കും നമ്മുടെ മദറോ അല്ലെങ്കിൽ നമ്മുടെ ഫാദറായിരിക്കും. അങ്ങനെ എന്തെന്നെ ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തി തന്ന കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഓർമ്മകളിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി എന്താണ്? അപ്പോൾ റോണ്ടാബൺ നമുക്ക് ഈ ബുക്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ആ എക്സാമ്പിൾ എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമുക്ക് എന്താണ് എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ എൻ്റെ മദറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എത്ര വേണമെങ്കിലും പറയട്ടോ, ഞാനിപ്പോൾ കുറച്ച് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്നില്ലേ. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും അത് നിങ്ങൾക്ക് എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് പറയാം, അതിന് ലിമിറ്റില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു ഓർമ്മകളെ ഓർത്ത് അവർക്ക് കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ്. എന്നെ അത്രയും സഹായിച്ചതുകൊണ്ട്, എനിക്ക് അത്രയും എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങളിലേക്കും ഞാൻ ഇത്രയും ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ കാരണക്കാരായത് എൻ്റെ ഭർത്താവും എൻ്റെ ഉമ്മയും തന്നെയാണ്. ഉപ്പയും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. എന്നിരുന്നാലും നമ്മളെന്താണ് പെട്ടെന്നൊരു ഓർമ്മ വരുന്ന മുഖങ്ങളുണ്ടല്ലോ. പക്ഷേ പക്ഷേ നീ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നോ, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ പാഷൻ ഇതാണ്, എനിക്ക് പഠിക്കാൻ പോകുന്നത് ഇഷ്ടമാണ് എന്ന് അറിഞ്ഞിട്ട് എന്നെ വിട്ടതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ച് കുട്ടികളെയൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നുണ്ടാവും. എഴുന്നേൽക്കുന്നു, ചോറ് വെക്കുന്നു, കറി വെക്കുന്നു, അടിച്ചു വരുന്നു, തുടയ്ക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ പോകുന്നുണ്ടാവും. അതേസമയം എൻ്റെ പാഷനെയും എൻ്റെ കരിയറിനെയും മനസ്സിലാക്കുകയും എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് എന്നെ വഴി തെളിയിച്ച് തരാൻ കാരണക്കാരാവുകയും ഒക്കെ ചെയ്തത് എൻ്റെ ഭർത്താവും ഉമ്മയും ഒക്കെ തന്നെയല്ലേ. അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വഴി തെളിയിച്ച് തന്ന വ്യക്തികളുണ്ടാവും. അവരെ 3 പേരെയാണ് നമ്മളിന്ന് ഓർക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു എക്സാമ്പിളായിട്ട് ഞാനൊന്ന് വായിച്ചു തരാം. ഇപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ഉദാഹരണമാണ്. സാറ, എൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടം പിന്തുടരുന്നതിന് നീ എന്നെ അന്ന് പ്രോത്സാഹിപ്പിച്ചതിന് നിന്നോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് ഞാൻ ആകെ മനസ്സിടറി ആശങ്കപ്പെട്ട് നിന്ന സമയത്ത് നിൻ്റെ വാക്കുകൾ എന്നെ സ്പർശിച്ചു. അതെന്നെ നിരാശയിൽ നിന്ന് ഉയർത്തി. നീ പറഞ്ഞതുപോലെ എൻ്റെ സ്വപ്നം പിന്തുടരാനുള്ള ധൈര്യം എനിക്ക് ലഭിച്ചു. ഷെഫാകാൻ വേണ്ടി ഞാൻ ഫ്രാൻസിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷിക്കാതിരിക്കാനാകില്ല. എല്ലാം നീ അന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് സാധ്യമായത്. നന്ദി സാറ, താങ്ക് യു എന്നാണ് ഇതിൽ പറയുന്നത്.
അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പാഷൻ എന്താണ് മനസ്സിലാക്കി എന്നെ അന്ന് പഠിക്കാൻ വിട്ടത്, എന്നെ പഠിപ്പിക്കണം എന്ന് വാശി പിടിച്ച് എന്നെ പഠിപ്പിക്കാൻ വിട്ടത് കൊണ്ടല്ലേ ഇന്ന് എനിക്ക് ഇതുപോലെ ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ പറ്റുന്നതും മറ്റുള്ളവരോട് ഹാപ്പി ആയിട്ട് നിങ്ങളെ ജീവിതത്തിലും ഹാപ്പിനെസ് ഉണ്ട്, നിങ്ങൾക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഇത്ര ധൈര്യത്തോടു കൂടി നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ അങ്ങനെ ആയതുകൊണ്ടല്ലേ. അപ്പോൾ അതിന് കാരണക്കാരൻ ആരാണ്? എൻ്റെ മദറാണ്. മദറുണ്ട്, ഫാദറുണ്ട്, ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. പക്ഷേ ആ കടിഞ്ഞാൻ പിടിച്ച വ്യക്തി ഇന്നും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, രാവും പകലും ക്ഷീണമുള്ള സമയത്തും ആരോഗ്യത്തിൻ്റെ മോശമായ അവസ്ഥയിലും എൻ്റെ കുഞ്ഞുങ്ങളെ വരെ കെയർ ചെയ്ത് ഇപ്പോൾ എന്നെ കൊണ്ടുവരുന്നത് ആ ഒരു കരങ്ങളുണ്ടല്ലോ, അവരെയല്ലേ നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ വ്യക്തികളെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ ഈ 3 പേരെ അവരെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം. 3 പേരെ നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വഴി തെളിയിച്ച് തന്നെ നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളെ ജീവിതത്തിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോയ 3 ആളുകളുടെ ഫോട്ടോ എടുത്തിട്ട് പറയാം, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കിയിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ആ വ്യക്തിനെ മനസ്സിൽ, ആ വ്യക്തിൻ്റെ ഇമേജ് വിഷ്വലി നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ആ വ്യക്തിൻ്റെ ഓർത്തിട്ട് ആ വ്യക്തിയോട് നിങ്ങൾ താങ്ക് യു പറയുക, കൃതജ്ഞത പറയുക, നന്ദി അർപ്പിക്കുക. നീ എന്തിനാണ് എന്നുള്ളത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്തിനാണ്, അതുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്താണ് എന്നുള്ളതൊക്കെ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് 3 പേരെ നിങ്ങൾക്ക് ഇനി ഫോട്ടോ ഇല്ല, അല്ലെങ്കിൽ ഓർമ്മയില്ല, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ സ്മരിക്കുക. ആ മൊമെൻറ്റിനെ നിങ്ങൾ ബാക്കോട്ട് പോയിട്ട് നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു മൊമെൻറ്റിനെയാണ് നിങ്ങൾ. പക്ഷേ ഇത് 3 സമയത്തായിട്ട് ചെയ്യാം. ഒരു സമയത്ത് ഒരാളത് എടുക്കുക, പിന്നെ അടുത്ത ആൾ അങ്ങനെ 3 പേരെ ഇന്ന് ഓർക്കണം. 3 പേർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ നന്ദി പറയണം എന്നുള്ളതാണ് ഇന്നത്തെ ആക്ടിവിറ്റി. അപ്പോൾ 3 സമയത്തായിട്ട് പറയാം, അല്ലെ നിങ്ങൾക്ക് എന്താണ് ഒരു ഗ്യാപ്പിടുക, ഒരാളെ സ്മരിച്ച് അയാൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ, മനസ്സ് ഒരു കുളിർമ. പലപ്പോഴും നമ്മൾ എന്താണ് അവരോട് പ്രകടിപ്പിക്കാൻ മറന്നുപോയതായിരിക്കും. പക്ഷെ ഉള്ളിലുണ്ടാവും, പക്ഷെ നമ്മൾ പുറത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് പറയുമ്പോൾ നമുക്കൊരു ഫീല് വരാനുണ്ട്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണെങ്കിലും, അല്ലെ നെക്സ്റ്റ് ഡേ തന്നെ, നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ ഇരട്ടി ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഫീലിങ്ങോട് കൂടി, ഉള്ളിൽ തട്ടി മനോഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ, അല്ല നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി 3 പേർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അന്നത്തെ ഡേ നിങ്ങൾ പിന്നെ ലിസ്റ്റ് പ്രകാരം നിങ്ങൾ എഴുതി വെച്ച് ഓരോരുത്തരെ തന്നെ എടുത്ത് ചെയ്യുക. അപ്പം നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി എന്തായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെ, ആ വ്യക്തി നിങ്ങളെ ജീവിതത്തിൽ എങ്ങനെ നിങ്ങളെ സ്വാധീനിച്ചു, ഒരു വ്യക്തി നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് താങ്ക് യു പറയാം. പിന്നെ നമ്മൾ 2 ആക്ടിവിറ്റി ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള 10 അനുഗ്രഹങ്ങൾ എഴുതുക. ഓരോ അനുഗ്രഹങ്ങളും എടുത്തിട്ട് താങ്ക് യു പറയാം. രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് നമ്മൾ മാജിക് സ്റ്റോൺ എടുക്കുക, നമുക്ക് ഇന്നത്തെ ഡേ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തിട്ട് താങ്ക് യു പറയാം. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 30th ഡേ, 13ാമത്തെ ദിവസം നിങ്ങൾക്ക് ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആക്കി മാറ്റാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതവും നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിൽ ഞങ്ങളെ കൂടെ കൂടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവരും ഈസി ആൻഡ് എഫർട്ട്ലെസ്ലി എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഓൾ മൈറ്റി, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഓൾ. ബൈ.